ഭൂമിയെ സംരക്ഷിച്ച് ഭാവി സുരക്ഷിതമാക്കാൻ മരം വച്ചുപിടിപ്പിക്കുന്നതിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്നും പരിസ്ഥിതി നാശത്തിനെതിരെ പ്രകൃതി സംരക്ഷണത്തിലൂടെയുള്ള പ്രതിരോധത്തിന് പുതുതലമുറയ്ക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് വിദ്യാവനം പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഇതിന് സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഫോറസ്ട്രി ക്ലബ്ബുകൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് ഉള്ളതെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സാമൂഹിക വനവൽക്കരണ വിഭാഗം മുഖേന വനം വന്യജീവി വകുപ്പ് ആവിഷ്കരിച്ച് തലയോലപ്പറമ്പ് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടപ്പിലാക്കുന്ന വിദ്യാവനം പദ്ധതിയുടെയും സ്കൂളിലെ ഫോറസ്ട്രി ക്ലബിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കെടുതികളെ പ്രകൃതിയെ കൊണ്ട് തന്നെ പ്രതിരോധിക്കുന്ന പരിപാടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കേരളമാക്കി ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങളിൽ പങ്കാളികളാവാൻ തലയോലപ്പറമ്പ് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളും അതിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം താല്പര്യപൂർവ്വം മുന്നോട്ട് വന്ന് കാണുന്നതിനുള്ള സന്തോഷമാണ് ഞാൻ ആദ്യം രേഖപ്പെടുത്തിയത്. തലയോലപ്പറമ്പ് സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. 2023 വനമിത്ര പുരസ്കാരത്തിന് അർഹനായ കുറിച്ചിത്താനം TN പരമേശ്വരൻ നമ്പൂതിരിയെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലയിലെ മികച്ച വിദ്യാവനത്തിനുള്ള പുരസ്കാരം കോട്ടയം CMS കോളേജിന് ചടങ്ങിൽ സമ്മാനിച്ചു. സർപ്പ വോളണ്ടിയേഴ്സിനുള്ള യൂണിഫോം, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണം KFDC ചെയർപേഴ്സൺ ലതിക സുഭാഷ് നിർവഹിച്ചു. കോട്ടയം വന്യജീവി വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ PP പ്രമോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെന്നി ജോൺ മാരിയാമ്പറമ്പിൽ ഗ്രീൻ ക്യാമ്പസ് നയരേഖ അവതരിപ്പിച്ചു. DFO N രാജേഷ്, നീതുലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ, വാർഡ് മെമ്പർ ഷിജി വിൻസെന്റ്, ലിസമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം 100 കണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.